രവിവർമ്മ ചിത്രങ്ങൾ നോക്കി വരച്ചതാണോ? രവിവർമ്മയ്ക്ക് ചിത്രം വരച്ചു കൊടുത്ത മറ്റൊരാൾ ആരാണ്? റൂമിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഏതൊരു മലയാളിയും അറിഞ്ഞിരിക്കേണ്ട പ്രശസ്തനായ ചിത്രകാരൻ രവിവർമ്മയെയും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെ പറ്റിയുമാണ്. ക്ലാസ് കാണാം. എക്കാലത്തെയും മികച്ച ലോകപ്രശസ്തനായ മലയാളിയായ ചിത്രകാരൻ രവിവർമ്മ 1848 ഏപ്രിൽ 29 കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ചു. അമ്മാവൻ രാജരാജ വർമ്മയായിരുന്നു ചിത്രകലയിലെ ആദ്യ ഗുരു. 1866 പ്രശസ്ത ഇംഗ്ലീഷ് ചിത്രകാരൻ തിയോഡർ ജോൺസൺ തിരുവനന്തപുരത്ത് കൊട്ടാരത്തിൽ വരികയും രവിവർമ്മയ്ക്ക് ഓയിൽ പെയിൻറ് രചന കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഭാരതത്തിലെ ആധുനിക ചിത്രകലയുടെ ഉപജ്ഞാതാവ് രവിവർമ്മയാണ്. 1870കളിൽ ഓയിൽ പെയിൻറ് ഉപയോഗിച്ച് ഒട്ടനവധി ചിത്രങ്ങൾക്ക് രവിവർമ്മ ജന്മം കൊടുത്തു. കേരളീയ വിഷയങ്ങളും ഇതിഹാസ വിഷയങ്ങളും അധികരിച്ച് എണ്ണച്ചായ ചിത്രങ്ങൾ കുറേ വരച്ചു. ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നും രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരൻ, ചിത്രകാരന്മാർക്കിടയിലെ രാജാവ് എന്നും രവിവർമ്മ അറിയപ്പെടുന്നു. രവിവർമ്മയുടെ പകർപ്പു ചിത്രങ്ങളെ വിളിക്കുന്നത് ഓലിയോഗ്രാഫ് എന്നാണ്. സുഗന്ധാബായി എന്ന സ്ത്രീയായിരുന്നു രവിവർമ്മയ്ക്ക് മോഡലായി ഇരുന്നു കൊടുത്തത്. മിക്ക ചിത്രങ്ങളും അവരെ നോക്കിയാണ് രവിവർമ്മ വരച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട ചിത്രങ്ങൾ ജിപ്സികൾ, മുല്ലപ്പൂ ചൂടിയ മലയാളി വനിത, ഹംസദമയന്തി, ദാ അച്ഛൻ വരുന്നു, മഹാരാഷ്ട്ര വനിത, ദർഭമുന കൊണ്ട ശകുന്തള, ജടായുവധം, പാൽക്കുടമേന്തിയ ഉത്തരേന്ത്യൻ വനിത. രവിവർമ്മയുടെ ചിത്രങ്ങൾക്ക് സഹായിച്ചിരുന്ന സഹോദരൻ രാജരാജവർമ്മ. രവിവർമ്മയുടെ പേരിലുള്ള പ്രഥമ രവിവർമ്മ പുരസ്കാരം KG സുബ്രഹ്മണ്യന് 2001 ലഭിച്ചു. രവിവർമ്മയുടെ സ്മരണയ്ക്ക് മാവേലിക്കരയിൽ തുടങ്ങിയ ചിത്രകലാ വിദ്യാലയമാണ് ഇന്നത്തെ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ്. 1904 മുതലാണ് രാജ എന്ന വിശേഷണത്തിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. 1904 കൈസൺ പ്രഭുവാണ് രവിവർമ്മയ്ക്ക് കൈസർ ഇ ഹിന്ദ് സ്വർണ്ണ മെഡൽ സമ്മാനിച്ചതും രാജ എന്ന വിശേഷണം നൽകിയതും. 1906 ഒരു ഗാന്ധി ജയന്തി ദിനത്തിലാണ് അദ്ദേഹത്തിൻ്റെ മരണം. ഇതുപോലെയുള്ള പ്രശസ്തരായവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മറ്റൊരു ക്ലാസ്സിൽ കാണാം.